Today our topic is different types of compressors used in vapor compression system. നമ്മൾ ഇനി അടുത്ത വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തെ ഡിവൈസിലേക്ക് പോവുകയാണ്. കംപ്രസർ എന്താണ്, കംപ്രസർ ഡ്യൂട്ടി എന്താണെന്നുള്ളത് നമുക്കറിയാം. എ റെഫ്രിജറന്റ് കംപ്രസർ, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഈസ് എ മെഷീൻ യൂസ്ഡ് ടു കംപ്രസ് ദ വേപ്പർ റെഫ്രിജറന്റ് ഫ്രം ദ ഇവാപ്പറേറ്റർ. ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന വേപ്പർ റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്ത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ കണ്ടീഷനിലേക്ക് മാറ്റുക. To raise its pressure so that the corresponding saturation temperature is higher than that of the cooling medium. അപ്പോൾ ലോ ടെമ്പറേച്ചർ ലോ പ്രഷറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ കണ്ടീഷനിലേക്ക് കംപ്രസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ കംപ്രസർ വയ്ക്കുക. ഇറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂലി സർക്കുലേറ്റ്സ് ദ റെഫ്രിജറൻറ്റ് ടു ദ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഈ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ റെഫ്രിജറൻറ്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലോയ്ക്ക് കാരണക്കാരനാകുന്ന വ്യക്തിയാണ് കംപ്രസർ. കംപ്രസർ ഇവാപ്പറേറ്ററിൽ നിന്ന് സക്ക് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു, കണ്ടൻസറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കംപ്രസറിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് കംപ്രഷൻ അതിൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറുണ്ട്, റോട്ടറി കംപ്രസറുണ്ട്, സെൻട്രിഫ്യൂഗൽ കംപ്രസറുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്ക് സിംഗിൾ ആക്ടിംഗ് ഉണ്ട്, ഡബിൾ ആക്ടിംഗ് കംപ്രസർ ഉണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സ്റ്റേജസ് സിംഗിൾ സ്റ്റേജ് ഉണ്ട്, മൾട്ടി സ്റ്റേജ് ഉണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് ഡ്രൈവ് ഡയറക്റ്റ് ഡ്രൈവ് ഉണ്ട്, ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദ ലൊക്കേഷൻ ഓഫ് ദി പ്രൈം മൂവർ സെമി ഹെർമെറ്റിക് ഉണ്ട്, ഹെർമെറ്റിക് കംപ്രസർ ഉണ്ട്. ഇനി വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാണാം. ആദ്യം റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ്, സിംഗിൾ ആക്ടിംഗ്. എന്താണ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ നമുക്കറിയാം. അതിനകത്തൊരു ഇൻലെറ്റ് വാൽവ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു എക്സിറ്റ് വാൽവ് ഉണ്ട്. ഇൻലെറ്റ് വാൽവിലൂടെ റെഫ്രിജറന്റിനെ സക്ക് ചെയ്യുന്നു, ദെൻ കംപ്രസ് ചെയ്യുന്നു, അതിനുശേഷം അത് കണ്ടൻസറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദ കംപ്രസർ ഇൻ വിച്ച് ദ വേപ്പർ റെഫ്രിജറന്റ് ഈസ് കംപ്രസ്ഡ് ബൈ ദ റെസിപ്രോക്കേറ്റിംഗ്, ദാറ്റ് ഈസ് ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ഓഫ് ദ പിസ്റ്റൺ ആർ കോൾഡ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ. ഒരു IC എഞ്ചിനിൽ എയർ കംപ്രസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിലും റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സക്ഷൻ ലൈൻ ഉണ്ടാകും, അല്ലെങ്കിൽ സക്ഷൻ വാൽവ് ഉണ്ടാകും, അതുപോലെ ഒരു ഡിസ്ചാർജ് വാൽവ് ഉണ്ടാകും. സക്ഷൻ വാൽവിലൂടെ റെഫ്രിജറന്റ് എൻ്റർ ചെയ്യുന്നു സക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത്. അതിനുശേഷം കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് കംപ്രസ് ചെയ്തൊരു പർട്ടിക്കുലർ ലെവലിനേക്കാളും കൂടുതലായി കഴിയുമ്പോൾ ഈ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആകുന്നു. ദെൻ അതിനുശേഷം ഡിസ്ചാർജ് വാൽവിലൂടെ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ റെഫ്രിജറന്റ് വേപ്പർ കണ്ടൻസറിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ഈ കാണുന്നതും സെയിം കാര്യം തന്നെയാണ്. സക്ഷൻ വാൽവ് അതുപോലെ തന്നെ ഡിസ്ചാർജ് വാൽവ്. പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു, അതുമൂലമാണ് സക്ഷൻ വാൽവ് ഓപ്പൺ ആകുന്നത്. സക്ഷൻ വാൽവ് ഓപ്പൺ ആകുമ്പോൾ റെഫ്രിജറന്റ് വേപ്പർ ഈ കംപ്രസറിലേക്ക് കയറി വരുന്നു. അതിനുശേഷം പിസ്റ്റൺ പതുക്കെ കംപ്രസ് ചെയ്യാൻ തുടങ്ങുമ്പം ഈ സക്ഷൻ വാൽവ് അപ്പോഴത്തേക്കും ക്ലോസ് ആകുന്നു. ഡിസ്ചാർജ് വാൽവ് അപ്പോഴും ഓപ്പൺ ആകുന്നില്ല. കംപ്രസ് ചെയ്ത് ഇതിനകത്തെ പ്രഷർ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനേക്കാളും ഹൈ ആകുമ്പോൾ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആകുന്നു. ദെൻ ആ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ റെഫ്രിജറന്റ് വേപ്പർ ഡിസ്ചാർജ് വാൽവിലൂടെ പുറത്ത് കണ്ടൻസറിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ ആനിമേഷനാണ്. പിസ്റ്റൺ കംപ്രസ് ചെയ്യുന്നു, ഇതാണ് സക്ഷൻ സ്ട്രോക്ക്. ആ സമയത്ത് ഇൻലെറ്റിൽ നിന്ന് റെഫ്രിജറന്റ് കയറുന്നു, കംപ്രസ് ചെയ്യുന്ന സമയത്ത് ദെൻ ആ ഡിസ്ചാർജ് വാൽവിലൂടെ പുറത്തേക്ക് പോകുന്നു. ഈ കാണുന്നതും സെയിം ആനിമേഷൻ തന്നെയാണ്. പിസ്റ്റൺ താഴോട്ട് സക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് സക്ക് ചെയ്തെടുക്കുന്നു, അതിനുശേഷം കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് ഡിസ്ചാർജ് ലൈനിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഈ കാണിക്കുന്നത് സക്ഷൻ സ്ട്രോക്ക് മാത്രമാണ്. ഇതെല്ലാം ആ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ വർക്കിംഗ് ആണ് കാണിക്കുന്നത്. ഇനി റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിലെ ഓരോ സ്ട്രോക്കുകളായിട്ട് ജസ്റ്റ് കാണിക്കുന്നു. ABCD എന്ന് പറഞ്ഞ്, അതായത് ജസ്റ്റ് സക്ഷൻ സ്ട്രോക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്റർ വരെ എത്തുന്നു. ദെൻ അതിനുശേഷം ഡെഡ് സെൻറ്ററിൽ നിന്ന് പതുക്കെ വീണ്ടും ടോപ്പിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ പിസ്റ്റൺ പതുക്കെ ഗ്രാജുവലി ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സിലിണ്ടറിനകത്തെ പ്രഷർ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും താന്നു കഴിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ താഴുക മീൻസ് ഈ
സക്ഷൻ വാൽവിനെ ഓപ്പൺ ആക്കാൻ തക്ക നെഗറ്റീവ് പ്രഷർ ഈ സിലിണ്ടറിനകത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സക്ഷൻ വാൽവ് ഓപ്പൺ ആകുക. അപ്പോഴായിരിക്കും ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന റെഫ്രിജറൻ്റ് വേപ്പർ ഈ സിലിണ്ടറിനകത്തേക്ക് വരുന്നത്, സിലിണ്ടർ ഫില്ലാവുന്നതും. ഇനി അതിനുശേഷം പിസ്റ്റൺ പതുക്കെ കംപ്രസ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ പിസ്റ്റൺ പതുക്കെ ടോപ്പിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ആ സമയത്ത് സിലിണ്ടറിനകത്തെ പ്രഷർ കൂടുന്നത് മൂലം ഈ സക്ഷൻ വാൽവ് ക്ലോസ് ആകും. ഡിസ്ചാർജ് വാൽവും ഓൾറെഡി ക്ലോസ് ആണ്, കാരണം ഡിസ്ചാർജ് വാൽവിനെ ലിഫ്റ്റ് ചെയ്യാൻ തക്ക ഒരു ഹൈ പ്രഷർ ഈ സിലിണ്ടറിനകത്ത് ബിൽഡ് ചെയ്തിട്ടില്ല അപ്പോഴും. ദെൻ ഗ്രാജുവലി പിസ്റ്റൺ മൂവ് ചെയ്ത് ടോപ്പിലേക്ക് പോയി ഒരു പർട്ടിക്കുലർ ലിമിറ്റൊക്കെ എത്തുമ്പോൾ ഈ സിലിണ്ടറിനകത്തെ പ്രഷർ കൂടി ആ പ്രഷർ ഹൈ ആണ്, ഡിസ്ചാർജ് വാൽവിനെ ലിഫ്റ്റ് ചെയ്യാൻ തക്ക ഹൈ ആയി മാറും. ആ സമയത്ത് ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആകും. ദെൻ ഈ സിലിണ്ടറിനകത്തെ കംപ്രസ് ചെയ്ത ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ റെഫ്രിജറൻ്റ് വേപ്പർ ഡിസ്ചാർജ് വാൽവിലൂടെ കണ്ടൻസറിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഇതാണ് ഒരു റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ നടക്കുന്ന കാര്യം. അതായത് നമ്മൾ സാധാരണ എയർ കംപ്രസറിൽ നടക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സക്ഷൻ സ്ട്രോക്കും കംപ്രഷൻ സ്ട്രോക്കും. സക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നു, കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് പിസ്റ്റൺ ടോപ്പിലേക്ക് മൂവ് ചെയ്യുന്നു. കാണുന്നതെല്ലാം സെയിം കാര്യം തന്നെയാണ്. ഇവിടെ എയർ അല്ല യൂസ് ചെയ്യുന്ന, റെഫ്രിജറൻ്റ് ആണ്. ഇത് നമ്മൾ സാധാരണ എയർ കംപ്രസറിൻ്റെ അതേ ആ ഒരു ഡയഗ്രാം തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ജസ്റ്റ് എയർ കംപ്രസർ എന്ന് മെൻഷൻ ചെയ്തത്. അപ്പോൾ നമ്മൾ റെഫ്രിജറൻ്റാണ് മെയിനായിട്ടും കംപ്രസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആദ്യം പിസ്റ്റൺ ടോപ്പിൽ നിൽക്കുന്നു, ആ ടോപ്പിൽ നിന്ന് പതുക്കെ താഴേക്ക് മൂവ് ചെയ്യുന്നു. താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സക്ഷൻ വാൽവ് ഓപ്പൺ ആകുന്നു. പിന്നെ പിസ്റ്റൺ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഡിസ്ചാർജ് വാൽവും ഓപ്പൺ ആകുന്നു. ആ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ, let us consider that the piston is at the top of its stroke. This is called top dead center. നമുക്കറിയാം. In this position the suction valve is held close because of the pressure in the clearance space. പിസ്റ്റൺ ടോപ്പിലായിരിക്കുമ്പോൾ രണ്ട് വാൽവും ക്ലോസ് ആയിരിക്കും. Then the discharge valve is also held close because of the cylinder head pressure acting on the top of it. When the piston moves downward during suction stroke, the refrigerant left in the clearance space expands. സാധാരണ എയർ കംപ്രസറിൽ പറയുന്ന പോലെ തന്നെ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ സിലിണ്ടറിനകത്തുള്ള ആ ക്ലിയറൻസ് വോളിയത്തിലുള്ള റെഫ്രിജറൻ്റ് എക്സ്പാൻഡ് ആകുന്നു. Thus the volume of the cylinder increases and the pressure inside the cylinder decreases. അങ്ങനെ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ ഗ്രാജുവലി സിലിണ്ടറിനകത്തെ പ്രഷർ കുറഞ്ഞ് ആ സക്ഷൻ വാൽവിനെ ലിഫ്റ്റ് ചെയ്യാൻ തക്ക, അല്ലെങ്കിൽ ലിഫ്റ്റ് അല്ല, സക്ഷൻ വാൽവിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ തക്ക ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ആവുന്നു. When the pressure becomes slightly less than the suction pressure or atmospheric pressure, the suction valve gets open and the vapor refrigerant flows into the cylinder. This flow continues until the piston reaches the bottom of its make. At the bottom of the stroke, the suction valve closes because of the spring action. Now when the piston moves upward, suction station piston മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ആ സമയത്ത് സക്ഷൻ വാൽവ് ക്ലോസ് ആണ്. പിന്നെയുള്ളത് ഡിസ്ചാർജ് വാൽവ് ആണ്. ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, കാരണം ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആക്കാൻ തക്ക ഒരു പ്രഷർ സിലിണ്ടറിനകത്തില്ല. When the pressure inside the cylinder becomes greater than that on the top of the discharge valve gets open. അതായത് ഡിസ്ചാർജ് വാൽവിനെ ലിഫ്റ്റ് ചെയ്യാൻ തക്ക ഒരു പ്രഷർ സിലിണ്ടറിനകത്ത് ബിൽഡപ്പ് ആകുമ്പോൾ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആകുന്നു. ദെൻ ആ വേപ്പർ റെഫ്രിജറൻ്റ് കണ്ടൻസറിലേക്ക് ഫ്ലോ ചെയ്യുന്നു. In a single acting reciprocating compressor, the suction, compression and discharge of refrigerant taken place in two stroke. നമുക്കറിയാം, പിസ്റ്റൺ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നു, ദെൻ ബോട്ടത്തിൽ നിന്ന് എഗെയിൻ ടോപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രീതിയിൽ പിസ്റ്റൻ്റെ രണ്ട് സ്ട്രോക്കിലാണ് നമുക്ക് ഒരു ഡിസ്ചാർജ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പിസ്റ്റൺ സിംഗിൾ ആക്ടിങ് ആണ്. അതാണ് എഴുതിയിരിക്കുന്നത്. Discharge of refrigerant taken place in two strokes of the piston or in one revolution of the crankshaft. ക്രാങ്ക്ഷാഫ്റ്റിൻ്റെ ഒരു ഫുൾ റെവല്യൂഷനിലോ അതല്ലെങ്കിൽ പിസ്റ്റൺ രണ്ട് പ്രാവശ്യം പിസ്റ്റൻ്റെ രണ്ട് സ്ട്രോക്കിലോ ആണ് നമുക്കൊരു ഡിസ്ചാർജ്, ഒരു ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സിംഗിൾ ആക്ടിങ് ആണ്.
ദെൻ ഡബിൾ ആക്ടിങ് ടൈപ്പ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ പറയുന്നു. ഡബിൾ ആക്ടിങ് ടൈപ്പിൽ നമുക്ക് പിസ്റ്റൺ കംപ്രസ് ചെയ്തു എന്ന് കരുതുക. അതായത് ഒരു കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് ആ പിസ്റ്റൻ്റെ ഒരു സൈഡിൽ കംപ്രഷൻ സ്ട്രോക്ക് ആണെങ്കിൽ അതിൻ്റെ അടുത്ത സൈഡിൽ സക്ഷൻ സ്ട്രോക്ക് ആയിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് പിസ്റ്റൺ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള റെഫ്രിജറൻറ്റ് വേപ്പറിനെ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ പിസ്റ്റൺ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ സക്ഷൻ വാൽവ് ഓപ്പണായി റെഫ്രിജറൻറ്റ് വേപ്പർ പിസ്റ്റൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എൻ്റർ ആകുന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ കംപ്രഷനും ലെഫ്റ്റ് സൈഡിൽ സക്ഷനും സംഭവിക്കുന്നു. ഇനി ഇതുപോലെ പിസ്റ്റൺ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കംപ്രഷനും റൈറ്റ് സൈഡിൽ സക്ഷനും സംഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ സ്ട്രോക്കിലും നമുക്ക് ഓരോ ഔട്ട്പുട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡബിൾ ആക്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. നേരത്തെ കേസിൽ 2 സ്ട്രോക്കിലാണ് നമുക്കൊരു ഔട്ട്പുട്ട് ഡിസ്ചാർജ് ആയിട്ട് കിട്ടുക. ഡബിൾ ആക്ടിങ്ങിൽ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിൽ ഓരോ സ്ട്രോക്കിലും നമുക്ക് ഓരോ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇൻ എ ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ദ സക്ഷൻ ആൻഡ് കംപ്രഷൻ ടേക്കൺ പ്ലേസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ പിസ്റ്റൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിസ്റ്റൻ്റെ ഒരു സൈഡിൽ കംപ്രഷൻ ആണെങ്കിൽ അടുത്ത സൈഡിൽ സക്ഷൻ ആയിരിക്കും. ഇനി അതിൻ്റെ ആനിമേഷനാണ് ഈ കാണുന്നത്. കംപ്രഷനും എക്സ്പാൻഷനും പിസ്റ്റൻ്റെ 2 സൈഡിലായിട്ട് മാറി മാറി വരുന്നതാണ് ഈ കാണുന്നത്. ഈ കാണുന്നതും സെയിം കാര്യമാണ്. ഒരു സൈഡിൽ കംപ്രസ് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ സക്ഷൻ. ഇവിടെ സക്ഷൻ ആകുമ്പോൾ ഇവിടെ കംപ്രഷൻ ആകുമ്പോൾ ഇവിടെ സക്ഷൻ, എഗെയിൻ ഇവിടെ കംപ്രഷൻ ആകുമ്പോൾ ഇവിടെ സക്ഷൻ. അപ്പോൾ അതാണ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. അതിൽ സിംഗിൾ ആക്ടിങ്ങും ഉണ്ട്, ഡബിൾ ആക്ടിങ്ങും ഉണ്ട്. എയർ കംപ്രസർ പോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുക, വ്യത്യാസമൊന്നുമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റോട്ടറി കംപ്രസർ എന്താണെന്നുള്ളത് നോക്കാം. താങ്ക് യു.